ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായുള്ള ഏറ്റവും നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം അധികം വൈകാതെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച 2025 വർഷം ഡിസംബറിന്റെ അവസാന നാളുകളിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ കൂടിക്കാഴ്ചയിൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന്റെ തീയതിയും ഇറാനെതിരെയുള്ള ആക്രമണത്തിന്റെ രീതിയും തീരുമാനിക്കപ്പെടുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ. അതേസമയം കഴിഞ്ഞ ദിവസം ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാനെ അമേരിക്ക നേരിട്ട് ആക്രമിക്കുമെന്നാണ്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തീരുമാനമെടുത്തിരിക്കുന്നു. ഇറാന്റെ 4ാം തലമുറ ഫ്യൂഷൻ ആണവ ബോംബുകൾക്ക് നേരെ, ആണവായുധ പരീക്ഷണത്തിന് നേരെ അമേരിക്കയുടെ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നും ലോകത്തെ തന്നെ ഞെട്ടിച്ച ഇറാന്റെ ഈ ആണവ പരീക്ഷണത്തിനെതിരെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് അമേരിക്കയുടെ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റു ചില വാർത്തകൾ കൂടിയാണ്. അതായത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനിക ജനറൽ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. അവകാശവാദം മറ്റൊന്നുമല്ല, 2025 ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധത്തിനിടയിൽ ഒരു തവണ പോലും ഇറാന് ഒരു മിസൈലോ ഒരു റോക്കറ്റോ പോലും ഇസ്രായേലിനെതിരെ തൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അത്രത്തോളം ഗംഭീരമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇറാനെ തല ഉയർത്താൻ അനുവദിക്കാതെ ഇറാന്റെ തലയുടെ പത്തിയടിച്ച് താഴ്ത്തുന്ന രീതിയിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മുഴുവൻ. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിലേക്ക് പറന്നിറങ്ങിയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ പല മേഖലകളിലായി ബോംബിട്ടത്. എന്നാൽ ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത് അന്ന് ഇറാന്റെ ഫത്ത-2 ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗ ഹെഡ്ക്വാർട്ടേഴ്സിൽ പതിച്ചുവെന്നും ആ മിസൈൽ ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ വലിയ നാശം വിതച്ചുവെന്നുമാണ്. ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ജനാല വഴി ഉള്ളിൽ കടന്നുകൊണ്ടാണ് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ വലിയ സ്ഫോടനം ഉണ്ടാക്കിയത് എന്നുള്ള ഏറ്റവും പുതിയ കഥയാണ് ഇപ്പോൾ ഇറാന്റെ സൈനിക ജനറൽ പറയുന്നത്. ഇറാനിലെ ഒരു സർവകലാശാലയിൽ വിദ്യാർത്ഥികളോട് സംവദിക്കവെയാണ് ഇറാന്റെ സൈനിക കരുത്തിനെ പ്രതിപാദിച്ചുകൊണ്ട് ഇത്തരമൊരു കഥ ഇറാന്റെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ ഇടയ്ക്കിടെ പറയുന്നതിന് സമാനമായൊരു കഥയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. പാകിസ്ഥാൻ ഇടക്കാലത്ത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്തായിരുന്നു പറഞ്ഞത്? ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ചിട്ടു. അതിൽ 2 വിമാനങ്ങളുടെ പൈലറ്റുമാർ ഇപ്പോഴും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 4 പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. ആ റഫേൽ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പാകിസ്ഥാനിലെ വ്യോമസേനാ താവളങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത്. നിങ്ങൾ ഓർത്തു നോക്കണം, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. മണ്ടത്തരം വിളമ്പുന്നതിനൊരു പരിധി ഉണ്ടാവണം. ഈ റഫേൽ വിമാനം എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങുന്നത് പോലെ കളിപ്പാട്ടമല്ല. റഫേൽ വിമാനം എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം വിലമതിച്ചതാണ്, അത് അത്രത്തോളം വിലപിടിപ്പുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് റഫേൽ വിമാനം. ആ റഫേൽ വിമാനത്തിൻ്റെ 6 എണ്ണത്തിനെ അടിച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പിന്നീട് പാകിസ്ഥാന്റെ മറ്റൊരു സൈനിക മേധാവി അസീം മുനീർ പറയുന്നത് ഇന്ത്യ ഭയന്ന് നിലവിളിച്ച് അമേരിക്കയുടെ കാല് പിടിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ. ഇന്ത്യക്കുള്ളിൽ കടന്ന് വലിയ രീതിയിൽ ആക്രമണം നടത്തി ഡൽഹി വരെ പാകിസ്ഥാന്റെ ബോംബുകൾ എത്തി എന്നാണ് അസീം മുനീർ പറയുന്നത്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഭ്രാന്തമായ ജൽപ്പനങ്ങൾ നടത്തുന്ന പാകിസ്ഥാന്റെ ഭരണാധികാരികളെ കുറിച്ച് നമുക്കറിയാം. അതിന് സമാനമാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു മേജർ തന്നെ പറയുന്നത്, ഞങ്ങളുടെ ഫത്ത-2 ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ ഇറാനിൽ നിന്ന് പറന്നുയർന്ന ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിനെ എല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങൾ മൊസാദിൻ്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ജനൽ വഴി തുരന്ന് അകത്ത് കയറി വലിയ സ്ഫോടനമുണ്ടാക്കിയെന്ന് വിശ്വസിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇറാനികൾ മാത്രമല്ല, ലോകം മുഴുവൻ വിശ്വസിച്ചു. എന്തൊരു മണ്ടന്മാരാണ് ഓർക്കണം. എന്തായാലും പുതിയ കഥയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്
ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ മേജർ ജനറൽ. അതേസമയം ഇസ്രായേൽ ആകട്ടെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ അതിമാരകമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. അമേരിക്കയുടെ കൂടി പിന്തുണയോടുകൂടി ഇറാൻ്റെ സർവസ്വവും ഇല്ലാതാക്കാനുള്ള ഏറ്റവും മാരകമായ ആക്രമണം. NBC ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തകൾ പ്രകാരമാണെങ്കിൽ പുതുവർഷത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകും. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ സംവിധാനങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജൂണിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളായിരുന്നു പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. നിരവധി ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ, നദാൻസ് അടക്കമുള്ള നിരവധി ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇസ്രായേൽ ആക്രമണത്തിന് കഴിഞ്ഞു. ഇതുകൂടാതെ ഇറാൻ്റെ ബാലിസ്റ്റിക് നിർമ്മാണ കേന്ദ്രങ്ങളെ തന്നെ ഇസ്രായേലി സേന തകർത്തു. ഒരു 25 വർഷം പുറകിലേക്ക് ഇസ്രായേലിൻ്റെ ആണവ പരീക്ഷണങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞുവെന്നായിരുന്നു ഇസ്രായേൽ അന്ന് അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇതാ ഇറാൻ അവകാശപ്പെടുന്നത് ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും സ്വായത്തമാക്കാൻ കഴിയാത്ത ഒരു ആണവ ആയുധം തങ്ങൾ പരീക്ഷിച്ചിരിക്കുന്നു. പ്ലൂട്ടോണിയമോ യുറേനിയമോ ആവശ്യമില്ലാത്ത 4ാം തലമുറ ഫ്യൂഷൻ ആണവായുധമാണ് തങ്ങൾ പരീക്ഷിച്ചത്. ആ ഫ്യൂഷൻ ആണവായുധത്തിൻ്റെ പരീക്ഷണം തങ്ങൾ നടത്തിയതായി ഇറാൻ പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്താൻ കഴിയുന്നതും വളരെ പരിമിതമായ സ്ഥലത്ത്, അതായത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച സ്ഥലത്ത് മാത്രം സ്ഫോടനത്തിൻ്റെ വ്യാപ്തി നിയന്ത്രിക്കുന്നതിനും കഴിവുള്ളതാണ് ഫ്യൂഷൻ ആണവായുധങ്ങൾ. ആധുനിക തലമുറയുടെ വലിയ കണ്ടുപിടുത്തമായിട്ടാണ് ഇറാൻ ഇതിനെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഇറാൻ്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും ഇസ്രായേൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതേസമയം തന്നെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സാറ്റലൈറ്റുകൾ, ഉപഗ്രഹങ്ങൾ ചില ചിത്രങ്ങൾ ഒപ്പിയെടുത്തിരുന്നു. ആ ചിത്രങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല, ഇറാനുള്ളിൽ അസാധാരണമായതെന്തോ നടക്കുന്നുണ്ട്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിലേക്ക് എന്തൊക്കെയോ കാര്യമായ നീക്കം നടത്തുന്നുണ്ട്. ചില അസംസ്കൃത വസ്തുക്കൾ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. വാഹനങ്ങൾ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി വന്നുപോകുന്നു. അതിർത്തികളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളെ നീക്കുന്നതിനുള്ള ചില നടപടികൾ ഇറാൻ തയ്യാറെടുക്കുന്നു. ഇതൊക്കെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉപഗ്രഹങ്ങൾ ഒപ്പിയെടുത്ത ചിത്രങ്ങളിലൂടെയുള്ളത്. ഇതുകൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഉടനടി ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം.